ഇന്ന് ഗാർഡനിങ് വീഡിയോ അല്ല, വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങിയപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ പേരൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും, എങ്കിലും ഇതുവരെ ഇതറിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഈ വീഡിയോ 100% ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായിട്ടും കാണാൻ മറക്കരുതേ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സാധനം വാങ്ങാനാണ്. അതെന്താണെന്ന് നിങ്ങൾ കേട്ട് നോക്ക്. ചേച്ചി, വാഷിംഗ് മെഷീൻ ലിക്വിഡിൻ്റെ കിറ്റ് തരും. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, വാഷിംഗ് മെഷീൻ ലിക്വിഡിൻ്റെ കിറ്റ് തരാൻ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ് കടയിൽ കയറി ചോദിക്കുക അറിയില്ലാണ്ട്, അല്ലെങ്കിൽ പേടിച്ചിട്ട്, അല്ലെങ്കിൽ മടിച്ചിട്ട് ഒരുപാട് പേര് ഇത്ര സാധനങ്ങളൊന്നും വാങ്ങാതിരിക്കുന്നവരുണ്ട്. നിങ്ങൾ കടയിൽ കയറിയിട്ട് എന്താണ് ആവശ്യം അതെങ്കിൽ പറഞ്ഞാൽ മതി. അതിൻ്റെ കറക്റ്റ് പേരുകളൊന്നും പറയേണ്ടതില്ല കേട്ടോ. ഇത് നമുക്കുള്ള കിറ്റാണ് അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്പറൊക്കെ ഇട്ട് അവർ തരുന്നുണ്ട്. ഇത് അതിൻ്റെ പേരാണ് സെൻറ്റർ ഫോർ സ്കിൽസ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് എന്നാണ്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അവർ പോയി ട്രെയിനിങ് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് ഒരുപാട് സോപ്പും കിറ്റുകളൊക്കെ ഓൾറെഡി അവർ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കിറ്റും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് അവിടെ നിന്ന് വാങ്ങാം. സോപ്പുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. നല്ല വില കുറവാണ് അവരുണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്ക് നേരിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമുക്കുള്ള കിറ്റും കൊണ്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കെട്ടെല്ലാം പൊട്ടിച്ചു. സാധനങ്ങളിങ്ങനെ ക്രമത്തിൽ ഞാനിങ്ങനെ അടുക്കി വെച്ചു. 5 പൊടികളും പിന്നെ ഒരു ലാസ്റ്റുള്ള പെർഫ്യൂമാണേ, മണത്തിന് വേണ്ടി. അത് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഒന്നും കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരുവേ. 50 രൂപയാണ് പെർഫ്യൂമിന്. അപ്പം 50 രൂപ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പെർഫ്യൂം കൂടെ കിട്ടും. 8 ലിറ്റർ വെള്ളമാണ് നമുക്ക് ആവശ്യം. ഒരു ബക്കറ്റിൽ ഞാൻ 8 ലിറ്റർ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കിറ്റിന് 450 രൂപയാണ് വിലയെ. 450 രൂപ 8 ലിറ്ററും പിന്നെ ഒരു 1 ലിറ്ററിൻ്റെ ഒരു കുപ്പിയിലുള്ള ലിക്വിഡ് ഉണ്ട്. അതും കൂടി ആകുമ്പോൾ 9 ആവും. പിന്നെ ഞാനൊരു ഏകദേശം കണക്കിനങ്ങ് വെള്ളം എടുത്തു. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ഒരു 10-12 തവണയായി നമ്മൾ ഇത് വീട്ടിൽ വാങ്ങി ഉപയോഗിക്കുന്നു. അപ്പം അതുകൊണ്ട് നല്ല ഉണ്ടാക്കി പരിചയമുള്ളതുകൊണ്ട് വെള്ളം ഞാൻ ഏകദേശം കണക്കിന് എടുത്തു. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ കറക്റ്റ് 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ 8 ലിറ്റർ അളന്ന്, അന്ന് 10 ലിറ്ററിൻ്റെ ആയിരുന്നു കേട്ടോ. 9 ലിറ്ററിൻ്റെ വെള്ളവും 1 ലിറ്റർ അതിൻ്റെ ലിക്വിഡും, അങ്ങനെ 9 ലിറ്റർ വെള്ളമായിരുന്നു എടുക്കേണ്ടത്. കറക്റ്റ് ഒരു പൊടി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടൊക്കെയാണ് ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് മനസ്സിലായാലൊന്നും വലിയ കാര്യമില്ല. കറക്റ്റ് വെള്ളത്തിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല കൊഴുപ്പുണ്ടാവും. പിന്നെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കാണ് ഞാനത് ഉപയോഗിക്കാറ്, വിൽക്കാനൊന്നും അല്ല. അതുകൊണ്ട് 8 ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിക്നെസ് കുറച്ച് കുറയുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ പൊടി ഇട്ടു. അതൊരു ടൽക്കം പൗഡർ പോലെ ഒരു പൊടിയാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, പക്ഷെ നല്ല തരിയാണിത്. ഇതിന് മുന്നേ ഇട്ടപ്പോഴും ഞാൻ വിചാരിച്ചതാണ് ഇനി ഇടുമ്പോൾ എന്താളും മാസ്കോ എന്തെങ്കിലും കൊണ്ട് മുഖം മറയ്ക്കണമെന്ന്. കാരണം അതിൽ തീരെ നൈസ് പൊടിയാണ്. എങ്ങനെയെങ്കിലും അത് മൂക്കി കീറി. നമുക്കത് അലർജി ഉള്ളവർ തീർച്ചയായും മാസ്കെല്ലാം യൂസ് ചെയ്തിട്ട് ഇടണേ, അല്ലെങ്കിൽ പ്രശ്നമാവും. അത്രയും നൈസ് പൊടിയാണ്. എനിക്ക് അലർജി പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ തന്നെ അത് മൂക്കിൽ കയറിയിട്ട് ഭയങ്കര ഇറിറ്റേഷനായി. ഓരോ തവണയും വിചാരിക്കും നെക്സ്റ്റ് ടൈം വേണമെന്ന്, പക്ഷെ മറന്നുപോകും. ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ബെറ്റർ കേട്ടോ. പിന്നെ ഇളക്കാൻ വേണ്ടി ഇങ്ങനൊരു കൊമ്പും എടുക്കുക. പിന്നെ പൊടി ഇട്ടാൽ അവിടെ നിങ്ങൾ ഇളകിയില്ല വിചാരിച്ചിട്ട് തെരേ ഇളക്കി വിഷമിക്കൊന്നും വേണ്ട. ഞാനാദ്യം പൊടി ഇട്ട് പോയി പല്ലിയാക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കാൻ തോന്നുന്നു ഇളക്കി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 10-20 മിനിറ്റ് എടുത്ത് ആദ്യത്തെ പൊടിയിൽ നിന്ന് ഡൈലൂട്ട് ആക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഇളക്കി കഷ്ടപ്പെടേണ്ട. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നല്ല സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ഇളകി കിട്ടും. ഒരുപാട് ഇളക്കിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായി പതഞ്ഞു പോകും. ഇനി ഒന്നാമത്തെ ഒന്നാമത്തെ പൊടി വെള്ളത്തിൽ നന്നായി ഡൈലൂട്ടായി കഴിഞ്ഞാൽ രണ്ടാമത്തത് ഈ കുപ്പിയിലെ വെളിച്ചെണ്ണ പോലുള്ളൊരു സാധനമാണ്. വെളിച്ചെണ്ണയാണെന്ന് തെറ്റിയിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണേൻ്റെ അടുത്തൊന്നും കൊണ്ട് വെച്ചേക്കരുതേ. നല്ല കട്ടിയുള്ള ഒരു ലിക്വിഡാണിത്. എനിക്ക് തോന്നി ഇത് പതയാകാൻ വേണ്ടിയിട്ടാണ് ഈ ലിക്വിഡ് ആണ് ഞാൻ കരുതുന്നത്. ഇതിനെക്കുറിച്ച് വലിയ സാങ്കേതിക വശങ്ങളൊന്നും അറിയില്ല. അവർ നമ്പർ ഇട്ട് തരും, നമ്മളത് പ്രകാരം അങ്ങ് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതല്ലാണ്ട് വലിയ കണക്കുകളൊന്നും പേരുകളും ശാസ്ത്രീയതയൊന്നും അറിയില്ല കേട്ടോ. ഉണ്ടാക്കുന്നു അത്ര തന്നെ. അപ്പോൾ രണ്ടാമത് പെട്ടെന്ന് വെള്ളത്തിൽ മിക്സ് ആവുകയെ, കാരണം അത് പൊടിയൊന്നും അല്ലല്ലോ. അതൊന്ന് ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മൂന്നാമത്തെ ഈ സാധനം ഒരുമാതിരി അഴകൊഴാന്നിരിക്കുന്ന സാധനമാണേ, കണ്ടോ. അത് മേലേയിൽ നിന്ന് പഠിച്ചെടുക്കുവാണെങ്കിൽ ആ കവറിൽ മൊത്തമായി അധികം കിട്ടില്ല. കഴിഞ്ഞ തവണ എനിക്ക് ആക്കിയപ്പം പറ്റിയതാണ്. അതുകൊണ്ട് ഇത്തവണ ഞാൻ അതിൻ്റെ അടിഭാഗമാണ് മുറിച്ച് കളയുന്നത്. അടിഭാഗം ഇതേപോലെ ആ ഭാഗം മുഴുവൻ മുറിച്ച് കളഞ്ഞിട്ട് താഴേക്ക് അതിങ്ങനെ ചീറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇട്ട് കഴിയുമ്പം വെള്ളത്തിന് നല്ലൊരു ഷൈനിങ് വരും. വെള്ളത്തിൻ്റെ കളറും മാറും, നല്ലൊരു തിളക്കം ഉണ്ടാവും. നമ്മൾ സാധാരണ ലിക്വിഡ് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു നല്ലൊരു ഷൈനിങ് ഉണ്ടല്ലോ, ഒരു തിളക്കം ഉണ്ടല്ലോ. അപ്പോൾ ഇതിട്ട് കഴിയുമ്പം ആ ഒരു ടെക്സ്ചറിലേക്ക് വെള്ളം മാറി വരും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി ശ്രമിക്കണേ. കുറച്ചെൻ്റെ കയ്യിലായി. ഞാൻ ഓടിപ്പോയി കൈ കഴുകിയിട്ട് വന്നിട്ടാണ് ബാക്കി പരിപാടി ചെയ്യുന്നത്.
കയ്യിൽ ആക്കിയിട്ട് എനിക്ക് പൊള്ളലൊന്നും അനുഭവപ്പെട്ടില്ല, വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഇനി എന്തെങ്കിലും പ്രശ്നമാവുമെന്നും അറിയില്ല, പക്ഷേ ഇല്ല, കുഴപ്പമൊന്നും സംഭവിച്ചില്ല കേട്ടോ. ഞാൻ വേഗം പോയി അപ്പം തന്നെ കഴുകിയിട്ട് വന്നിട്ടാണ് ബാക്കി ഇളക്കിയത്. ചെറിയ കുട്ടികളെയൊന്നും അടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. കുട്ടികളല്ലേ, എന്തെങ്കിലും അലർജി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുതിർന്നവർ പിന്നെ അവർക്കും പ്രശ്നമാണെങ്കിലും കുട്ടികളെ പോലെ അല്ലല്ലോ. കുട്ടികളെ കുറച്ചും കൂടി അധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പൊടികളൊക്കെ ഇടുമ്പം അത് പൊടി കുട്ടികൾക്ക് അലർജി പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് കുട്ടികൾ അടുത്ത് ഉള്ളപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ഏകദേശം നമ്മുടെ വീട്ടിലെ തുണികൾ ഉപയോഗിക്കുന്ന പോലെ ഞാനിത് ലാസ്റ്റ് ജനുവരിയിലാണ് ഉണ്ടാക്കിയത്. ജനുവരി 2-ാം തീയതി ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ ഏപ്രിൽ 17-ാം തീയതിയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേക്കും തീർന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തുണി അലക്കുന്നുണ്ട് വീട്ടിൽ. സെപ്പറേറ്റായി കുട്ടിയുടേത്, അച്ഛൻ്റേത്, അമ്മമ്മയുടേത്, അങ്ങനെ പല സെപ്പറേറ്റാണ് തുണി വാഷ് ചെയ്യുന്നത്. നല്ല ഉപയോഗമുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് ചെറിയ പൈസയ്ക്ക് കിട്ടുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ആ ലിക്വിഡ് വെച്ചപ്പോൾ നല്ല തിളക്കം വന്നില്ലേ വെള്ളത്തിന്. വീഡിയോയിൽ അങ്ങനെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, വെള്ളത്തിന് ടെക്സ്ചർ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പൊടിയിട്ട് കൊടുക്കാം, മൂന്നാമത്തെ. അതൊരു ചെറിയ കളറുള്ള ഒരു പൊടിയാണേ. ഇതല്ലാതെ വേറെ കളറുകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഡിഷ് വാഷ് ആണെങ്കിൽ കളർ ചേർക്കാറുണ്ട്, പക്ഷേ ഇത് തുണിയിൽ കളർ പിടിക്കുന്നതുകൊണ്ടാവാം ഇതിൻ്റെ കൂടെ കളറൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പൊടിക്ക് ചെറിയൊരു കളറുണ്ട്. അതുകൂടി അങ്ങ് ഇട്ടപ്പോഴേക്കും വെള്ളത്തിൻ്റെ കളറ് നമ്മുടെ മാങ്ങ ജ്യൂസിൻ്റെ കളറായി. നല്ലൊരു മാമ്പഴ മഞ്ഞ കളറിലേക്ക് അത് മാറി കേട്ടോ. ഈ പൊടിയും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നിങ്ങൾ ഒരുപാട് നേരം ഇതിൻ്റെ ചൂട്ടിൽ തന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഒന്ന് ഇളക്കുക, എന്നിട്ട് അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പണി ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നിന്നുകൂടി ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പണി ചെയ്യാം. അങ്ങനെ ഇളകുന്നുണ്ടോ നോക്കിയാൽ മതി. അല്ലാണ്ട് ഇതിൻ്റെ ചൂട്ടിൽ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരം നിൽക്കേണ്ടി വരും. പിന്നെ ആദ്യ സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ, ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ ചൂട്ടിൽ തന്നെ നിന്ന് അലിയുന്നത് ഇങ്ങനെ നോക്കി നിന്ന് ഒരുപാട് സമയം വേസ്റ്റാക്കി. കാരണം അന്നേരം ഇപ്പോൾ ടെൻഷനായിരുന്നു. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്, എങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്ക് ടെൻഷൻ അടിച്ചുകൊണ്ട് പിന്നെ ഇതിൻ്റെ വീഡിയോസൊന്നും ഞാൻ കണ്ടിരുന്നില്ല, അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഇതേപോലെ പൊടിയിട്ടിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോവും, ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കി കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ പൊടി ഡൈലൂട്ടായി അടുത്ത പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതൊരു ചെറിയ വയലറ്റ് കളറുള്ള ഒരു പൊടിയാണേ. അപ്പോൾ അതും കൂടി ഇട്ടപ്പോഴേക്കും നമ്മുടെ പൊടി കുറച്ചും കൂടി നല്ല ഡാർക്ക് ഓറഞ്ച് കളറിലേക്ക് മാറിയിട്ടുണ്ട്. കളർ മാറുക മാത്രമല്ല ചെയ്തത്, വെള്ളത്തിൻ്റെ തിക്നെസ്സും കൂടി മാറി കേട്ടോ. കുറച്ചും കൂടി കൊഴുപ്പായിട്ട് വന്നിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 8 ലിറ്റർ കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. കറക്റ്റ് 8 ലിറ്റർ വെള്ളമാണ് അളന്നെടുത്തിരുന്നെങ്കിൽ നല്ല കൊഴുപ്പായിട്ടുണ്ടാവുമേ. നിങ്ങളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള വീടുകളിലൊക്കെ പൈസയ്ക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കൃത്യമായി ചെയ്യണം. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വീട്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം അധികം ആയാലും പ്രശ്നമൊന്നുമില്ല. കണ്ടില്ലേ, ഇപ്പം നല്ല തിക്ക് നല്ല കളറായിട്ടുണ്ട്. അതേപോലെ കട്ടിയായി വരുന്നുണ്ട്. കുറച്ചുകൂടെ പൊടി അടിയിൽ ഇളകാനുണ്ട്. അതുകൂടെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ലിക്വിഡ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊരു കന്നാസിലും ചെറിയ കുപ്പികളിലാക്കി ഒഴിച്ച് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. ഏകദേശം 1 മണിക്കൂറിന് മേലെ സമയം എടുത്ത് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ. ഈ പണി മാത്രമല്ല, എൻ്റെ ഇടയ്ക്ക് 100 നമ്മുടെ പണികൾ തീരുകയും ചെയ്യും. ഈ പതയൊന്ന് ഒതുങ്ങിയിട്ട് കുപ്പിയിലൊഴിച്ച് വെച്ചാൽ മതി. പത ഒതുങ്ങാൻ കുറച്ച് നേരം വെച്ചാൽ മതി, തന്നെ തീർന്നുള്ളൂ കേട്ടോ. പെർഫ്യൂം ആഡ് ചെയ്തില്ല, സോറി. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. പെർഫ്യൂം 50 രൂപയാണെന്ന് ഞാൻ പറഞ്ഞു. തുണികൾക്കൊക്കെ നല്ല മണം വേണമെന്നുള്ളവർ ഒരെണ്ണം കൂടി എക്സ്ട്രാ ചോദിച്ചു വാങ്ങും. അന്നേരം 500 രൂപയാവും മൊത്തം കിറ്റിന്. സെയിം ഒരു പെർഫ്യൂം കൂടി അവരെടുത്ത് തരും. ഈ കുപ്പിയിൽ വെള്ളം ഒഴിച്ച് ബാത്റൂമിലിടയിൽ വെക്കുവാണെങ്കിലും കുറച്ച് ദിവസത്തേക്കെന്നൊക്കെ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി ചോദിച്ചാൽ മതിയേ. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ നിങ്ങളുടെ വിദഗ്ധമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഈ വീഡിയോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായി ഇടുവാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ പറ്റും. പിന്നെ ഇത് വാങ്ങിയത് ഏത് സ്ഥലത്താണെന്നും കൂടി പറയാം. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. കേളകത്തിനും മഞ്ഞളാമ്പുറത്തിനും ഇടയ്ക്ക് ഇങ്ങനെ ഒരു പള്ളിയുണ്ട്. പള്ളീൻ്റെ ഓപ്പോസിറ്റ് ഒരു വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പിൻ്റെ സൈഡിലൂടെയാണ് അങ്ങോട്ടേക്കുള്ള വഴി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം.